ഇപ്പോൾ കവടിയാർ ഹൗസിൽ VS അച്യുതാനന്ദന്റെ പിറന്നാൾ ആഘോഷം നടക്കുകയാണ് തത്സമയം. മാധ്യമങ്ങൾക്ക് എല്ലാം എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. കൊടുക്കുക, ഓരോരുത്തർക്കായിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു, എല്ലാ മാധ്യമങ്ങൾക്കും. അതെ അതെ, ചെറുപ്പക്കാർക്ക് ഒന്നും മര്യാദയ്ക്ക് ജോലി കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു ഞാൻ. വിശേഷിച്ച് IT ഒക്കെ പാസ്സായിട്ടുള്ള കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ തൊഴിൽരഹിതരായി കഴിയുന്നതുകൊണ്ട് ഇവർ ഗവൺമെൻറ് മുതലാളിമാർ നല്ലപോലെ ചൂഷണം ചെയ്യുകയാണ്. ഗവൺമെൻറ് കണ്ടതായിട്ട് നടിക്കുന്നില്ല. അതല്ല, നിങ്ങൾക്ക് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? അതെ, എന്താണ് മാധ്യമങ്ങളുടെ പ്രശ്നം? ഞാൻ എടുക്കേണ്ടത് എന്താണ്? അതെ, അതിനെല്ലാം തന്നെ ഞാൻ നല്ല പോലെ അവരെ ക്രിട്ടിസൈസ് ചെയ്താണല്ലോ. നിങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ഒന്നും തന്നെ ഞാൻ അനുകൂലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ശക്തിയായിട്ട് എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തുടർന്നത് തന്നെ. ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരെല്ലാം ഇതിൽ ഇടപെട്ടിട്ടും മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസ് എല്ലാം ഇടപെട്ടിട്ടും ഇനിയും അഭിഭാഷകർ ഈ നിലപാട് തുടരുകയാണ്. അപ്പോൾ എന്താണ് അതിനകത്ത് എഫക്റ്റീവ് ആകുന്നത്? ആരാണോ കള്ളക്കളി നടത്തുന്നതെന്ന് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ചും ഇതിൽ 2 വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ കേസ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ അഭിഭാഷകർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ. അഭിഭാഷകർക്ക് ആർക്കെന്ന് ഉള്ള നിലയിലുള്ള അവർ ചുമ്മാ വനിതാ മാധ്യമ പ്രവർത്തകര് അഭിഭാഷകരെ ആക്രമിച്ചു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തു വനിതാ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ് വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ അവർ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ്. അതെ, അപ്പോൾ അത് VS ശക്തമായിട്ടൊന്ന് അവലംബിക്കണമെന്ന്. അതൊന്നും വിഷമമില്ല. പക്ഷെ ഏതൊക്കെയാണ് വസ്തുതകളെന്ന് പറഞ്ഞാൽ ഞാൻ അതിലെടുത്ത് പേര് തന്നെ പറഞ്ഞുകൊണ്ട് വനിതകൾ ഏതെല്ലാം വനിതകളുടെയാണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ ആക്ഷേപിക്കാം. ചീഫ് ജസ്റ്റിസിന് കത്തയക്കാം. നമ്മളൊരിക്കലും ചെയ്തതാണ്. 2 വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് കേസ് കൊടുത്തത്. മനോരമ ന്യൂസിലെ ജസ്റ്റിന തോമസ്, ഏഷ്യാനെറ്റിലെ CP അജിത, അവർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അത് ദുരുദ്ദേശപരമായിട്ടുള്ളതല്ലേ? അതെ. അഭിഭാഷകരെ അറസ്റ്റ് ചെയ്തിട്ട് അപ്പം തന്നെ വിട്ടയച്ചു സ്റ്റേഷൻ ജാമ്യത്തിൽ. പേരിന് അന്ന് നടപടി ആക്ഷൻ എടുത്തു എന്ന് വരുത്താൻ വേണ്ടി പോലീസ് ചെയ്തു. നമുക്ക് സീരിയസ് ആയിട്ട് അതെല്ലാം ആക്ഷേപിക്കാൻ നോക്ക്. ഈ അഴിമതിക്കെതിരായ പോരാട്ടം അതിപ്പോ ഭരണപരിഷ്കാര കമ്മീഷൻ അതിന്റെ ശക്തമാക്കാനുള്ള നടപടികളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ മാറ്റണം എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സർക്കാർ ഇപ്പോൾ അതിലൊരു നിലപാടും എടുത്തിട്ടില്ല. എന്താണ്? അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അവർ ഈ പിന്നെ ജേക്കബ് തോമസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പിന്നെ അയാൾ ന്യായമായും ഉണ്ടാകാവുന്ന നടപടികൾ വിളംബിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂത്രമായിരുന്നത്.
ബാബു അതെ, അതുകൊണ്ടാണ് നമ്മളത് കയറിയിട്ട് അത് ശരിയായ നടപടിയല്ല. അയാളൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ കാര്യം സത്യനാണല്ലോ. അപ്പോൾ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരും എന്ന് തന്നെയാണ് VS പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഈ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തുടരും എന്തായാലും? തുടരുകയാണ് വേണ്ടത്. കാരണം ഈ മാണിയെയും ബാബുവിനെയൊക്കെ തന്നെ നമസ്കാരം. അയ്യോ ശരി. നമ്മുടെ സ്വന്തം ഡോക്ടറാണ്. മാധ്യമങ്ങളെല്ലാം മനസ്സിലാക്കണം. ഭരത്ചന്ദ്രൻ ജേക്കബ് തോമസിനെ സർക്കാർ ഇപ്പോൾ ഒരു സർക്കാരിന് മുമ്പിലേക്ക് ഒരു കത്ത് നൽകിയത് തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. സഖാവ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ജേക്കബ് തോമസ് നൽകിയ കത്തിലെ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പൊ അക്കാര്യത്തിൽ ഒരു ഇടപെടൽ പ്രതീക്ഷിക്കാമോ? എന്താണ് അദ്ദേഹം ആ സ്ഥാനത്ത് മാറ്റേണ്ടത് പാർട്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. അയാളെ തുടരരുതെന്നാണ് ഈ മാണിയുടെയും പിന്നെ ബാബുവിൻ്റെയൊക്കെ അതിന് വേണ്ടിയിട്ട് അവർ ചില കളികൾ കളിക്കുന്നുണ്ട്. ഈ ജേക്കബ് തോമസ് തന്നെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നുള്ള സംസാരത്തിൽ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ചില ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നിട്ട് അദ്ദേഹത്തിനെതിരായിട്ടൊരു ഗൂഢാലോചന നടത്തുന്നു എന്നാണ് അദ്ദേഹം ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അതെ, അത് ശരി തന്നെയാണത്. മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. കൊടുത്തേക്ക് ഡാക്ടർക്ക് കൊടുത്തോ? പിറന്നാൾ ദിനത്തിൽ ഔദ്യോഗിക വസതിയായ കവടിയാർ ഹൗസിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു VS അച്യുതാനന്ദൻ. നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും അഭിഭാഷക മാധ്യമ പ്രശ്നത്തിൽ അഭിഭാഷകരെ രൂക്ഷമായി അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. മോശമായ കാര്യങ്ങളാണ് അഭിഭാഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. മറ്റൊന്ന്, ജേക്കബ് തോമസിൻ്റെ വിഷയത്തിൽ അദ്ദേഹം തുടരുക തന്നെ വേണം. അദ്ദേഹം തുടരുമെന്നാണ് കരുതുന്നത്. കെ ബാബുവും ഒപ്പം തന്നെ കെ മാണിയും അടക്കമുള്ളവരാണ് ജേക്കബ് തോമസ് തുടരരുതെന്ന് ആഗ്രഹിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തെ മോശമാക്കാനുള്ള ചില കളികളൊക്കെ നടക്കുന്നു. ഇതിനൊക്കെതിരെയുള്ള പ്രതികരണങ്ങളാണ് VSൻ്റെ ഭാഗത്തു നിന്നും വന്നത്. അദ്ദേഹം തന്നെ പിറന്നാൾ ആഘോഷത്തിലൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്കൊക്കെ പായസവും ഒക്കെ വിതരണം ചെയ്യുന്ന രംഗങ്ങൾ കൂടിയാണ് നമ്മൾ കവടിയാർ ഹൗസിൽ നിന്ന് തത്സമയം കണ്ടത്.